ഡിജിറ്റൽ യുഗത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ സൈബർ തട്ടിപ്പുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മിക്ക തട്ടിപ്പുകളും നമ്മൾ പൊളിച്ചെടുക്കാറുണ്ടെങ്കിലും ചിലരെങ്കിലും ഇരകളാകാറുണ്ട് എന്നതാണ് തട്ടിപ്പുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം. ഇപ്പോഴിതാ പരിചിത നമ്പറുകളിൽ നിന്ന് OTP നമ്പർ ചോദിച്ച് വാട്സാപ്പ് ഹാക്ക് ചെയ്യുന്ന തട്ടിപ്പ് വ്യാപകമാകുന്നതായി പോലീസ്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ വ്യാപകമായി വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് പണം തട്ടുന്നതായി പോലീസ് മുന്നറിയിപ്പ് നൽകി. ഒരു ആറക്ക OTP നമ്പർ SMS ആയി അബദ്ധത്തിൽ അയച്ചിട്ടുണ്ടെന്നും അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് നൽകാനും ആവശ്യപ്പെട്ട് പരിചയമുള്ള നമ്പറുകളിൽ നിന്നാണ് തട്ടിപ്പ് മെസ്സേജ് വരുന്നത്. നമുക്ക് പരിചയമുള്ള നേരത്തെ ഹാക്ക് ചെയ്യപ്പെട്ട ആളുകളുടെ നമ്പറുകളിൽ നിന്നാകും ഇത്തരത്തിൽ മെസ്സേജ് വരുന്നത്. OTP നമ്പർ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ടും ഹാക്ക് ചെയ്ത് തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാക്കും. തുടർന്ന് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലെയും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലെ അംഗങ്ങൾക്കും ഇത്തരത്തിൽ OTP ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളും പണം ആവശ്യപ്പെട്ടുള്ള സന്ദേശങ്ങളും അയക്കുന്നതാണ്. ഇത്തരത്തിൽ നൂറുകണക്കിന് പരാതികളാണ് പോലീസ് സൈബർ സെല്ലിന് ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, വാട്സാപ്പ് അക്കൗണ്ടിലെ ചിത്രങ്ങളും സന്ദേശങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഉടമകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നതായി പോലീസ് പറയുന്നു. OTP നമ്പർ ആവശ്യപ്പെട്ട് നമുക്ക് പരിചയമുള്ള ആളുകൾ മെസ്സേജ് അയച്ചാൽ പോലും മറുപടി നൽകരുതെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഒരാളുടെ യഥാർത്ഥ വാട്സാപ്പ് അക്കൗണ്ട് തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ തട്ടിപ്പിനിരയാകുന്നവരുടെ കോൺടാക്ട് ലിസ്റ്റിലും ഗ്രൂപ്പുകളിലുള്ളവരുടെ അക്കൗണ്ടുകളിലേക്കും തട്ടിപ്പുകാർക്ക് വളരെ വേഗം കടന്നു കയറാൻ കഴിയുന്നു. വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചാൽ പോലും ആ മെസ്സേജ് തട്ടിപ്പ് സംഘത്തിന് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. കൊച്ചിയിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു നമ്പറിൽ നിന്നും മറ്റൊരാളുടെ നമ്പറിലേക്ക് ഇത്തരത്തിൽ OTP നമ്പർ ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരികയും അയാൾ കൊടുക്കുകയും ചെയ്ത തട്ടിപ്പിനിരയായിരുന്നു. ഇതുമാത്രമല്ല, വാട്സാപ്പിൽ വിവാഹ ക്ഷണക്കത്ത് അയച്ചു നടത്തുന്ന മറ്റൊരു തട്ടിപ്പിനെതിരെയും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവാഹ ക്ഷണക്കത്ത് എന്ന വ്യാജേന എത്തുന്ന ചില ഫയലുകൾ തുറക്കുന്നതോടെ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഹിമാചൽ പ്രദേശിലെ സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയത്. വാട്സാപ്പ് വഴി APK ഫയലുകളായാണ് ഈ വിവാഹ ക്ഷണക്കത്തുകൾ എത്തുന്നത്. ഈ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫോണിലെ മാൽവെയറുകൾ പ്രവേശിക്കുകയും ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുകയും ചെയ്യും. ഈ വിവരങ്ങൾ സൈബർ കുറ്റവാളികൾക്ക് ഉപയോഗിക്കാൻ കഴിയും. പണം തട്ടാനും ഭീഷണിപ്പെടുത്താനും അവർ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അപരിചിതമായ നമ്പറുകളിൽ നിന്ന് ലഭിക്കുന്ന വിവാഹ ക്ഷണക്കത്തുകൾ ഒരു കാരണവശാലും തുറക്കരുത്. ഇത് അയച്ചത് ആരാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഫയൽ തുറക്കാൻ പാടുള്ളൂ എന്ന് ഹിമാചൽ പ്രദേശിലെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് DIG മോഹിത് ചൗള പറഞ്ഞു. അജ്ഞാത നമ്പറുകളിൽ നിന്ന് ലഭിക്കുന്ന ഫയലുകൾ, പ്രത്യേകിച്ച് APK ഫയലുകൾ തുറക്കരുതെന്ന് ഹിമാചൽ പ്രദേശ് പോലീസ് മുന്നറിയിപ്പും നൽകി. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ 2000 പ്രാബല്യത്തിൽ വന്ന IT ആക്ടിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. IT ആക്ടിലെ സെക്ഷൻ 66D വഞ്ചന, ആൾമാറാട്ടം എന്നിവയ്ക്കെതിരെ കർശന ശിക്ഷ ഉറപ്പുവരുത്തുന്നു. 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണിവ. സൈബർ തട്ടിപ്പിനിരയാകുന്നവർ പ്രാദേശിക സൈബർ സെല്ലിലോ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലോ പരാതി നൽകണം. തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ, സ്ക്രീൻഷോട്ടുകൾ എന്നിവയും പരാതിയോടൊപ്പം നൽകാവുന്നതാണ്. വിവാഹ ക്ഷണക്കത്ത് തട്ടിപ്പിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരാകാം? അപരിചിതമായ ഫോൺ നമ്പറുകളിൽ നിന്ന് ലഭിക്കുന്ന APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്യരുത്. ഇത്തരം മെസ്സേജുകൾ അയച്ച വ്യക്തി ആരാണെന്ന് ആദ്യം സ്ഥിരീകരിക്കുക. അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള ഇൻസ്റ്റാളേഷൻ തടയുന്ന സെക്യൂരിറ്റി സെറ്റിംഗ്സ് പ്രവർത്തനക്ഷമമാക്കുക. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക.